ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും TGS യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി റീക്യാപ്പും അതുപോലെ തന്നെ നമുക്ക് വീക്ക്ലി റീക്യാപ്പും കാണാൻ സാധിക്കുന്നതാണ്. മന്ത്ലി റീക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസത്തെ നമ്മുടെ ചാനലിൻ്റെ വന്ന ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. എത്ര വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത്, എത്ര ഷോർട്സ് അപ്ലോഡ് ചെയ്ത്, അതുപോലെ എത്ര ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത്, എത്ര ലൈവ് അപ്ലോഡ് ചെയ്തെന്നൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ആ മാസത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടിയ ഏത് വീഡിയോ ആണെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരൊരു ഗ്രാഫ് കാണിക്കുന്നുണ്ട്, ബാർ കാണിക്കുന്നുണ്ട്. അതിനകത്ത് 6 മാസത്തെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള മന്തിൽ എങ്ങനെയാണ് പെർഫോമൻസ് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് കുറവാണെങ്കിൽ അതിനുള്ള റീസൺ നമ്മൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ചിലപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്തത് കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കീവേഡൊന്നും അധികം റിസർച്ച് ചെയ്ത് കാണിയില്ല, അങ്ങനത്തെ പ്രോബ്ലം കാണും. അതുപോലെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്ക് ന്യൂ വ്യൂവേഴ്സ് എത്ര വന്ന്, അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് വന്ന്, അതുപോലെ റിട്ടേണിംഗ് വ്യൂവേഴ്സ്. ന്യൂ വ്യൂവേഴ്സ് നമുക്ക് കൂടുതൽ വരണം, കാരണം ന്യൂ വ്യൂവേഴ്സ് വരുമ്പോൾ ആണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടുന്നത്. നമുക്ക് റിട്ടേണിംഗ് ആയിട്ടുള്ളവർ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവർ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കും. ഇപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തണം, അപ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ റീച്ച് ആകുന്നത്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ലൈക്ക് കിട്ടി, അതുപോലെ എത്ര ഷെയർ, ആൾക്കാർ എത്ര ഷെയർ ചെയ്ത്, അതുപോലെ തന്നെ എത്ര കമൻറ്റ്സ് കിട്ടി എന്നൊക്കെ ഉള്ള ഓരോ മാസത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ മാസത്തെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ടോട്ടലാണ്. ഇപ്പം മന്ത് ലാസ്റ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ടോട്ടൽ റീക്യാപ്പാണ്, അതായത് 2023 റീക്യാപ്പാണ് എനിക്ക് ഫുള്ള് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിന് ടോട്ടൽ എത്ര സബ്സ്ക്രൈബർ വന്ന്, അതുപോലെ തന്നെ എത്ര വ്യൂസ് വന്ന്, എത്ര ലൈക്ക് വന്ന്, എത്ര കമൻറ്റ് വന്ന്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് വീക്ക്ലിയാണ്. ഇത് നമുക്ക് ഓരോ ആഴ്ചയിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ വീക്ക് നമ്മൾ എത്ര വീഡിയോ ഇട്ട്, അതുപോലെ എത്ര ഷോർട്സ് ഇട്ട്, അല്ലെങ്കിൽ എത്ര പോസ്റ്റ് ഇട്ട്, അല്ലെങ്കിൽ എത്ര ലൈവ് ഇട്ട്, അത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീക്ക്ലി നമുക്ക് റീക്യാപ്പിനകത്ത് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത കീവേഡ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ വീഡിയോ. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ, അതായത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് 119 ലൈക്ക്, അതുപോലെ എത്ര ലൈക്കോ അങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ റവന്യൂവിൻ്റെ ഒക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നോർമലായിട്ട് നിങ്ങൾ വീഡിയോ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് വരുന്നത്. അതുകൊണ്ടാണ് റെഗുലർ വീഡിയോ ഇടണമെന്ന് യൂട്യൂബിൽ പറയുന്നത്. യൂട്യൂബിൽ റെഗുലർ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് വ്യൂസ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ എണ്ണമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരിക്കും നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന